സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായി സാന്ദ്രയുടെ പ്രതിഷേധം ഷോ എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ആദ്യം പർദ്ദ ധരിച്ചെത്തിയ സാന്ദ്രയ്ക്ക് രണ്ടാമതെത്തിയപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നും പരിഹാസമുണ്ട്. സ്ത്രീ ആയതുകൊണ്ടാണ് ആദ്യം പ്രതികരിക്കാതിരുന്നതെന്നും എല്ലാം നുണയാണ് എന്ന് തെളിയിക്കാനാണ് സാന്ദ്രയുടെ പഴയ വീഡിയോ താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നും ലിസ്റ്റിൻ പറഞ്ഞു. നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട. എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് മടുത്തു. പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല 3 കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത്. പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? ബീന റാണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബീന, ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് സാന്ദ്ര തോമസിനെതിരെ. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത് സ്ത്രീ എന്ന പരിഗണന കൊണ്ടാണ്. മാത്രവുമല്ല, ഇത്രത്തോളം നുണകൾ, 1-2 നുണകളല്ല, പറഞ്ഞതെല്ലാം നുണകളാണ്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തനിക്കുള്ളത് കൊണ്ടാണ് താൻ പ്രതികരിച്ചത് എന്നാണ്. ദേവിക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന വണ്ണമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചില കാര്യങ്ങൾ പറഞ്ഞത്. അതായത് സാന്ദ്ര തോമസ് കാണിക്കുന്നത് വെറും ഷോ മാത്രമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രകടന പത്രിക സ്വീകരിക്കുന്ന ദിവസം സാന്ദ്ര തോമസ് പർദ്ദ ധരിച്ചാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലോട്ട് എത്തുന്നത്. അത് അസോസിയേഷനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് താൻ ഇത്തരം ഒരു വേഷം തെരഞ്ഞെടുത്തത്. അതായത് പീഡനമേൽക്കാതിരിക്കാൻ പർദ്ദയാണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന് കൂടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് സാന്ദ്ര തോമസ് അസോസിയേഷൻ ഓഫീസിലേക്ക് ചെന്നത്. ഇത് വെറും ഒരു ഷോ മാത്രമാണ് എന്നാണ് ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. അതായത് ആദ്യം വന്നപ്പോൾ പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് വന്നതെങ്കിൽ പിന്നീട് ഈ ഓഫീസിലോട്ട് എത്തുമ്പോൾ സാന്ദ്ര പർദ്ദ ധരിച്ചിരുന്നില്ല. എന്താണ് സാന്ദ്രയ്ക്ക് പർദ്ദ കിട്ടിയില്ലേ എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചോദിക്കുന്നത്. എന്തായാലും അസോസിയേഷനെതിരെയുള്ള ആരോപണങ്ങൾ, അതായത് അസോസിയേഷൻ അവഗണന കാട്ടി അത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും ലിസ്റ്റിൻ സ്റ്റീഫൻ നിഷേധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് താൻ ഒരു വീഡിയോ പങ്കുവച്ചതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. അതായത് സാന്ദ്ര തോമസ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഇല്ലെങ്കിൽ അതിലെ അംഗങ്ങളുമാണ് തന്നെ സഹായിച്ചത്, ഇല്ലെങ്കിൽ തനിക്ക് പിന്തുണ നൽകിയത് എന്ന് സാന്ദ്ര തോമസ് പറയുന്ന ഒരു വീഡിയോയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. അത് തനിക്കത് ചെയ്യേണ്ടി വന്നു. സ്ത്രീ ആയതുകൊണ്ടാണ് താൻ ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ സാന്ദ്ര തോമസ് പറയുന്നതെല്ലാം നുണയാണെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് കണക്കിലെടുത്താണ് അത്തരത്തിൽ താൻ ആ വീഡിയോ പുറത്തു വിട്ടതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. ഒപ്പം തന്നെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം സാന്ദ്ര തോമസ് ഉണ്ടാക്കി. അതായത് മമ്മൂട്ടി ചില ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. സാന്ദ്ര തോമസിനോട് നേരത്തെ കരാറുണ്ടാക്കിയിരുന്ന ചിത്രമാണ്. അതിൽ നിന്ന് മമ്മൂട്ടി പിന്മാറി എന്ന് പറയുന്നത് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ എത്രയോ ആളുകൾ സിനിമ തുടക്കത്തിൽ സിനിമയിൽ സഹകരിച്ചിട്ട് പിന്നീട് പിന്മാറുന്നു. അത് മമ്മൂട്ടിയെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. സാന്ദ്ര തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെയുള്ള മത്സരത്തിൽ നിന്നും വിലക്കിയത് സാന്ദ്ര തോമസിൻ്റെ പേരിൽ നിയമാനുസൃതമായുള്ള ഇല്ലെങ്കിൽ ബൈലോ പ്രകാരമുള്ള ചിത്രങ്ങൾ സാന്ദ്ര പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അത് പ്രസിഡൻറ്റിൻ്റെയോ സെക്രട്ടറിയുടെയോ നിർദ്ദേശമനുസരിച്ചല്ല, മറിച്ച് ബൈലോ അനുസരിച്ചാണ്. സാന്ദ്രയുടെ പേരിലല്ല, മറിച്ച് സാന്ദ്ര പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ മിനിമം 3 ചിത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി. എന്നാൽ സാന്ദ്രയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മത്സരിക്കുന്നതിൽ നിന്ന് സാന്ദ്ര തോമസിനെ വിലക്കിയത്. ഇപ്പോൾ സാന്ദ്ര അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് അനുകൂലമാവുകയാണെങ്കിൽ തങ്ങൾക്ക് അത് പ്രശ്നമല്ല, അതിനെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്രയ്ക്ക് മത്സരിക്കാം. മറിച്ച് ഇത് ആരുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിസൈഡിംഗ് ഓഫീസറെ പുറത്തുനിന്ന് വരുത്തിയതും. എന്തായാലും ഇത് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയോ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമോ അല്ല ഇതൊന്നും ഉണ്ടായത്. മറിച്ച് സാന്ദ്ര ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ നുണയാണ് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെച്ചത്.